ഹായ് എവ്രി വൺ. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗ് മുതൽ ഏകദേശം ഒരു ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ കുറച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള കുറച്ച് വിശേഷം. നിങ്ങളൊരു വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എന്ത് അഭിപ്രായമാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം ഞാൻ രാവിലെ തന്നെ കോഴികൾക്കുള്ള ഫുഡ് കൊടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ ഗോതമ്പ് കുറച്ച് എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചധികം തന്നെ ഗോതമ്പ് എടുത്തൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അതൊന്ന് നനച്ച് വെക്കുകയെന്ന്. അപ്പോൾ 1-2 ദിവസം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായി മുളച്ച് വരും. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 ടൈപ്പിൽ ഞാൻ കൊടുക്കാറുണ്ട്. ഒന്ന് ഗോതമ്പ് അങ്ങനെ തന്നെ പൊടിച്ചിട്ട് കൊടുക്കും, പിന്നെ ഇങ്ങനെ നനച്ചിട്ട് മുള വരുമ്പം കൊടുക്കും. പിന്നെ നന്നായിട്ട് മുളച്ച് ചെടിയായിട്ട് ആ ഒരു ചെടീൻ്റെ ലീവ്സൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. അത് നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഗോതമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ പുതിർത്തി വെച്ചത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നത് രാവിലെ തന്നെ. ഇതാണ് ഞാൻ ഗോതമ്പ് മുളപ്പിച്ചത്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യമായിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ മണ്ണൊന്നും ഇടേണ്ടാന്ന് മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. താഴെ ടിഷ്യൂ മാത്രം വെച്ച് അതിൽ ഗോതമ്പിട്ട് നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ചായക്ക് വേണ്ടിയിട്ടില്ലേ ഒരു 2-3 ലീഫ് പൊതിന നുള്ളി എടുക്കുകയെന്ന്. അപ്പോൾ ഇതൊരു ശീലമായിട്ടുണ്ട്. കട്ടൻ ചായ ആണെങ്കിൽ ഒന്നും ഇടും, പിന്നെ പാൽ ചായ ആണെങ്കിൽ ഇടയ്ക്കെതിരിടാറുണ്ട്. ചായൻ്റെ കടി എന്ന് പറയുന്നത് രാവിലത്തെ നമ്മുടെ സ്വന്തം കായ് വാട്ടിയത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കായ് വാട്ടിയത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനു മുമ്പേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഐക്കാർട്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോ. പഴത്തൊലിൻ്റെ ഉപയോഗം ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ ചെടികൾക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കറ്റാർ വാഴയുണ്ട്. അപ്പോൾ കറ്റാർ വാഴ കിട്ടാലും നല്ല ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളാരെങ്കിലും വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ പഴത്തൊലി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം തഴച്ച് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ പഴത്തൊലി. അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളെ വീട്ടിൽ പൂച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനിട്ട് കൊടുത്താൽ നല്ല ബെസ്റ്റായിട്ടുള്ള വഴിയാണ് ഒരുപാട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും അപ്പോൾ പഴത്തൊലി ആരും മിസ് ചെയ്യാൻ പാടില്ല. പൂച്ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചക്കറികൾക്ക് വലിയ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ തരം പച്ചക്കറികൾക്കൊക്കെ നമ്മൾ നട്ട് കുഞ്ഞു ചെടികൾക്കൊക്കെ ഇടാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് കായ്ക്കും പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ. ചായക്ക് എന്ത് കടിയുണ്ടെങ്കിലും നമുക്ക് ബിസ്ക്കറ്റ് നിർബന്ധമാട്ടാ. അത് നമ്മൾക്ക് പിള്ളേർക്കായാലും വലിയ ആൾക്കായാലും അതൊരു ശീലമായിപ്പോയി നാട്ടുമേളേ. ഞങ്ങളെപ്പോലെ ചായക്ക് എന്തുണ്ടെങ്കിലും ബിസ്ക്കറ്റ് ഒരു ഹാബിറ്റായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞങ്ങൾക്കൊരു കൂട്ടായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കായ് വാട്ടിയതും ബിസ്ക്കറ്റൊക്കെ റെഡി. എല്ലാവരും ചായ കുടിക്കുകയെന്ന്. ഇന്ന് കുറച്ചധികം തന്നെ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്കും കുറച്ച് പണികളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളത്. ബെഡൊക്കെ അവളെ വകയാന്ന് രാവിലെ തന്നെ എല്ലാം നീറ്റാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ മോൻ്റെയും അവളെയും ഷെൽഫൊക്കെ ഒന്ന് അടുക്കും ചിട്ടയിലും വെക്കുകയെന്ന്. അപ്പോൾ രണ്ടാൾക്കും ഓരോ പണി കൊടുത്തിട്ട് ഞാനിവിടെ കിച്ചണിലേക്ക് വന്ന്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ പെട്ടെന്ന് ദോശക്കരച്ച് ദോശ കുറച്ചധികം തന്നെ ചുട്ടു വെച്ചിട്ട് മക്കളുടെ കൂടെ കൂടാന്ന് വിചാരിച്ചു ഓരോ പണിയെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ മോനിത് അവൻ്റെ പണിയിൽ ഭയങ്കര ബിസി ആയിട്ടുള്ളത്. അപ്പോൾ അവൻ തന്നെ സെലക്ട് ചെയ്ത പണിയാണെന്നൊന്ന് അടിച്ചു വാരാന്നുള്ളത്. അപ്പോൾ മോന് എപ്പോഴുള്ള പരാതി അവനെ അടിച്ചു വാരാൻ സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ അടിച്ചു വാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പകുതിയെ ക്ലീൻ ആവുള്ളൂ, പക്ഷെ എന്നാൽ അവന് പറ്റും പോലെ ചെയ്ത ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ മോനിത പണിയെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നൊരു ചെയറിട്ട് കുറച്ച് എന്തെല്ലോ വായിച്ച് കേൾപ്പിക്കുന്നവൻ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. കറി തലേന്നത്തെ കറി തന്നെ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒപ്പിച്ചെന്ന്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാനിരുന്നത്. കാരണം അതൊരു സമാധാനമാണ് ക്ലീനിങ് കൂടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പാത്രം കഴുകാനും പിന്നെ കിച്ചൺ ക്ലീനിങ് എല്ലാം കൂടി ഉണ്ടാവും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദോശ ചുറ്റാൽ എപ്പോഴും അറിയാമല്ലോ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കാൻ വിചാരിച്ച്. പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു വലിയ കുപ്പി വെള്ളം ഞാൻ കിച്ചണിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല തണുപ്പാണ് ഇവിടെ. തണുപ്പായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ദാഹിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ വല്ലാണ്ട് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് കിച്ചണിലൊരു ബോട്ടിൽ വെള്ളം ഇങ്ങനെ വെച്ചാൽ നമുക്ക് കാണുമ്പോൾ എടുത്ത് കുടിക്കും. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്ലാസും വെക്കലുണ്ട് ഞാൻ. അതുപോലെ തന്നെ ബെഡ്റൂമിലും നമ്മൾ കാണുന്നിടത്ത് തന്നെ ഒരു ബോട്ടിലും എപ്പോഴും സ്ഥിരം വെക്കലുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും വെള്ളം കുടിച്ചോടും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കി ക്ലീനിങ് പരിപാടി. കറി ഉണ്ടാക്കേണ്ട പണിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, രാത്രിയത്തെ കറി ബാക്കിയുണ്ടായിരുന്നു. നല്ല മത്തി മുളകിട്ട് വറ്റിച്ചതായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായതുകൊണ്ട് ബെസ്റ്റ് കോമ്പിനേഷനായി ദോശക്ക്. മത്തി നല്ല പൊരിച്ചതുണ്ട് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഓരോ പണി കൊടുത്ത് അപ്പം ഞാനും എൻ്റെ പണിയിലേക്ക് കടന്നിട്ടുള്ളത്. ഫ്ലോർ നന്നായി ഒന്ന് അടിച്ച് വാരി ഒന്ന് മോപ്പിട്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു സമാധാനമാണ്. പിന്നെ നമുക്ക് 1 by 1 ആയിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങിലൊക്കെ പോകാൻ നല്ലൊരു സുഖമുള്ള പരിപാടിയാണ്. എനിക്കങ്ങനെയായിട്ട് ഫീൽ ചെയ്യൽ. ആദ്യം തന്നെ പണി ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ അന്നാണെങ്കിൽ അടിച്ചു വാരി നിലമൊന്ന് മോപ്പിടും. അപ്പം തന്നെ പകുതി ഒരു സുഖമാണ് നമുക്ക്. കിച്ചൺ ക്ലീനിങ്ങും ഫ്ലോർ ക്ലീനിങ്ങും കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം പണിയൊക്കെ തീർന്ന ഒരു ഫീലാണ്. അപ്പം ആദ്യം തന്നെ അത് തീർത്ത് വെക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ വാഷ് ചെയ്യാനുള്ളത് അവിടെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിങ്ങൾക്ക് ഇറങ്ങിക്കോളും. നമ്മുടെ ബാക്കിയുള്ള പണി കഴിയുമ്പോഴേക്കും അതങ്ങ് റെഡിയായി വന്നോളും. പിന്നെ ബെഡ്റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം കാർപ്പറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റോളർ എടുത്തിട്ട് ഇങ്ങനെ കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടാളും അടിയാന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നേതായാലും മോളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാമല്ലോ ഈ ഒരു റോളർ ഉണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. നമ്മുടെ കാർപ്പറ്റിലുള്ള മുടിയൊക്കെ പോയി കിട്ടും. അപ്പോൾ മുടിയും പൊടിയൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇതിട്ട് ക്ലീൻ ചെയ്താൽ നല്ലോണം ക്ലീൻ ആവും. അപ്പോൾ ഇത് ആഴ്ചക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാറ്. അല്ലാണ്ട് നമ്മൾ കാർപ്പറ്റ് ഇങ്ങനെ തട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാറേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ബെഡ്റൂമിലുള്ള കുഞ്ഞു കുഞ്ഞു മേശയും അതുപോലെ തന്നെ ഇവരെ സ്റ്റഡി ടേബിളിൻ്റെ അടിയിലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോരോ ടോയ് ആയിട്ട് കിട്ടാനുണ്ട്. ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണാണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണെന്ന് പറയും പോലെയാണ്. കുട്ടികളുള്ള എല്ലാ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മുടെ മേശിൻ്റെ അടിയിലും അതുപോലെ തന്നെ ടേബിളിൻ്റെ അടിയിലൊക്കെ തന്നെയായിരിക്കും കളഞ്ഞുപോയ പല സാധനവും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മക്കളുടെ എന്താ പറയേണ്ടത് പ്രധാനമായിട്ട് ഈ ഒരു ടോയ്സിനെയാണ്. പിന്നെ ടോയ്സിൻ്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പാർട്ടെല്ലാമാണ് നമുക്ക് ഈ ഒരു ഓരോരോ ടേബിളിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാ മെയിനായിട്ട് ഇവർ കാർപ്പറ്റിൻ്റെ അടുത്തുള്ളൊരു ടേബിളാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കാം. കണ്ടില്ലേ, ഇവിടെയും അത്യാവശ്യം പെന്നും പെൻസിലും ഇറേസറും അതുപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സും എല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം പൊടിയും കാട്ടും എല്ലാം ഉണ്ട്.
അപ്പോൾ ഇതൊന്നും ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് തുടക്കാത്തൊന്നും അല്ല കേട്ടോ. ഇവിടെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാ ടോയ്സും അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ വാരി വലിച്ചിടുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും മേശിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ടോയ്സ് എടുത്തിട്ട് അങ്ങനെ തന്നെ കുട്ടികളുടെ ടോയ്സ് ബോക്സിൽ കൊണ്ടിടാണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം. നമ്മൾ സാധാരണ ടോയ്സ് ബോക്സിൽ ഇല്ലതിനേക്കാളും നല്ലോണം പൊടി പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഇങ്ങനെ അരിപ്പയിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. നമ്മൾ മോപ്പിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കറ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചാണെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നല്ല ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഇനി കുട്ടികളെ ഡ്രസ്സ് വെക്കുന്ന ഷെൽഫൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു പഴയ കാർട്ടൂണിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ബോക്സ് ഞാനിവിടെ ഒരു മോൻ്റെ പഴയ ടീഷർട്ട് ഒന്ന് കട്ട് ചെയ്യുന്നു. നല്ല കളർഫുൾ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഭംഗിയാക്കാം. ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു കാർഡ്ബോർഡിൻ്റെ ആ ഒരു ബോറ് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയാക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ബോക്സിൻ്റെ അടിയിൽ ഞാനൊന്ന് വലിച്ചു പിടിച്ചിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടിയിലൊരു ഫോം ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ഷെൽഫാകുമ്പം പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ കുട്ടിയായിരിക്കും. ടീഷർട്ട്സ്, അതുപോലെ തന്നെ ട്രൗസേഴ്സ്, നമുക്കങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബോക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് മോൻ്റെ ബനിയനും ടീഷർട്ട്സും മാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഈ ബോക്സ്. അപ്പോൾ ഇതാകുമ്പോൾ അവൻ തന്നെ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും. ഒരു ബോക്സ് കൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇത് മോളുടെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ലെഗിൻസും അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന പലാസോ പാൻസ്, ഡ്രസ്സിൻ്റെ കൂടെ അല്ലാത്ത അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അവളുടെ തന്നെ മുമ്പ് പഴയ ഒരു ഫ്രോക്കിൻ്റെ അടിയിൽ വരുന്ന ഒരു ക്ലോത്ത് കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. അപ്പോൾ ഞാൻ അടിയിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും അധികം വരുന്ന ക്ലോത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മോർണിംഗിലുള്ള പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയൊരു കാര്യം കൂടി ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാ ഒരു കുഞ്ഞു സ്പ്രേ ബോട്ടിലുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായി ഡ്രൈ ചെയ്യുന്ന സമയമാണ്. ഇതൊരു എംറ്റി സ്പ്രേ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു തന്നെ. അപ്പോൾ ഇതിൽ കുറച്ച് ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈയിൻ്റെ പുറത്തൊക്കെ നന്നായി സ്പ്രേ ചെയ്താൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊക്കെ ചെയ്താൽ നല്ല എഫക്റ്റീവാണ്. ആൽമണ്ട് ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും, പറഞ്ഞാൽ തീരാത്തതാണ്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും സ്കിന്നൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ ഈ കിച്ചണിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് കൈ നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചിട്ട് ഈ ആൽമണ്ട് ഓയിലിൻ്റെ ഈ ഒരു സ്പ്രേ ചെയ്യുന്നത് നന്നായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഇൻഷാല്ല കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ്നെസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയി പോയിക്കോളും. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ കണ്ണടച്ചിട്ട് ഫേസിൽ നമ്മൾ സ്കിന്നിൽ നന്നായി ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് നന്നായി റബ്ബ് ചെയ്താൽ മതി. ആൽമണ്ട് ഓയിലിൻ്റെ ഒരു കുഞ്ഞു ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ വീടും കിച്ചനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തും കെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെയും കൂടി കെയർ ചെയ്യാൻ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ട് ഡ്രൈ ആവുന്നതിന് ബെസ്റ്റായിട്ടുള്ളൊരു സാധനം എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായത് കാരണം ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ബീട്രൂട്ടും കൂടി ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഗുണം അറിയാമല്ലോ. നല്ലൊരു പിങ്ക് കളറും കിട്ടും. അതുപോലെ തന്നെ നല്ലതുമാണ് ഹെൽത്തിന്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കായതാലും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മോർണിംഗ് വ്ളോഗിലെ വിശേഷം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ചാനൽ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.